ബുദ്ധിയുടെ മികവ് മാറ്റുരയ്ക്കുവാനുള്ള അത്യന്തം രസകരമായ ഒരു കളിയാണ് പരിചയപ്പെടുത്തുന്നത്. കോട്ട വെട്ടിപ്പിടിക്കൽ. പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഗ്രാമീണ ഒഴിവു സമയങ്ങളിൽ കളിച്ചിരുന്ന ഒരു കളി. കോട്ട വെട്ടിപ്പിടിക്കൽ എന്ന് പറഞ്ഞാൽ കോട്ട എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് രാജാവുമായി ബന്ധപ്പെട്ടതാണ്. അതെ, രണ്ട് രാജാക്കന്മാരുടെ യുദ്ധമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ബുദ്ധിയുടെ രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധം. രണ്ട് രാജ്യങ്ങളാണ്. അതിൽ ഒരു രാജ്യത്തിന്റെ സൈനികരാണ് ഇവിടെ നിൽക്കുന്നത്. ഈ 5 രൂപ നാണയങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ഒരു രാജാവിന്റെ സൈനികരെയാണ്. മറുഭാഗത്ത് ഇതാ 1 രൂപ നാണയങ്ങൾ മറ്റൊരു രാജാവിനെ പ്രതിനിധീകരിക്കുന്നു. ഈ രണ്ട് രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധത്തിൽ ആര് ജയിക്കും, ആരാണ് കോട്ട, എതിരാളിയുടെ കോട്ട പിടിച്ചടക്കേണ്ടത്? കോട്ട എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ നിങ്ങൾ കണ്ടത്, ഇതാണ് ഈ രാജാവിന്റെ കോട്ട. അതുപോലെ ഈ രാജാവിന്റെ കോട്ടയാണ് ഇത്. ഈ സൈനികരെല്ലാം വെട്ടി 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 കോട്ട പിടിച്ചടക്കുക, അല്ലെങ്കിൽ ഈ സൈനികർ ഇവരെയെല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ട് ഈ കോട്ട പിടിച്ചടക്കുക. അതാണ് കളി. ഇവിടെ ഇതാ ഇത്രയും ഒരു കളമുണ്ട്. ആ കളം എങ്ങനെയാണ് ഉള്ളതെന്ന് ശ്രദ്ധിച്ചല്ലോ. ഒരു സമചതുര ആകൃതിയാണ്. അതിന്റെ ക്രോസ് ആയിട്ടും ഇങ്ങനെ വേർട്ടിക്കൽ അതുപോലെ ഹൊറിസോണ്ടൽ ഒക്കെ ആയിട്ട് കുറെ വരകളുണ്ട്. ആ വരകളുടെ ഓരോ പോയിന്റിലും ഓരോ സൈനികർ കാത്തു നിൽക്കുകയാണ്. അതുപോലെ ഈ കോട്ടയുടെ ആകൃതി ശ്രദ്ധിക്കുക, രണ്ട് ഭാഗത്തെയും. ഇനി ഓരോ ഭാഗത്തും സൈനികർ അണിനിരന്നിട്ടുണ്ട് അല്ലെ. എത്രയുണ്ട് ഈ ഭാഗത്ത്? നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 സൈനികരാണ് ഈ ഭാഗത്തുള്ളത്. അതുപോലെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 18 സൈനികർ ഈ ഭാഗത്തുണ്ട്. അപ്പൊ ഇരു ഭാഗത്തുമുള്ളത് 18 സൈനികർ വീതമാണ്. ഇനി എങ്ങനെ കളിക്കാം? ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ സൈനികർ മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഒഴിവ് ഉള്ള സ്ഥലത്തേക്ക് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ആകെ ഈ കളം ആകെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതിൽ ഒരേ ഒരു സ്ഥലം മാത്രമേ ഒഴിഞ്ഞു കിടക്കുന്നുള്ളൂ. അത് ഇതാണ്. അപ്പൊ ഇവിടേക്കാണ് ആദ്യം വരുന്നത്. ഇതിൽ ഈ സൈനികനാകാം, ഈ രാജ്യത്തെ സൈനികനാകാം, ഈ രാജ്യത്തെ സൈനികനാകാം. അത് ടോസ് ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് ആരാണ് ആദ്യം പോവുക എന്നത്. അപ്പൊ നമുക്ക് ഈ സൈനികനാണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഇവിടേക്ക് വരാൻ സാധ്യതയുള്ള ഈ ഭാഗത്തെ സൈനികർ ആരൊക്കെയാണ്? ഇയാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും, ഇങ്ങോട്ട് വരാൻ പറ്റും, ഇവിടെ നിന്ന് വരാൻ പറ്റും, ഇവിടെ നിന്ന് വരാൻ പറ്റും. ഇങ്ങനെ 1 2 3 4 സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് വരാൻ പറ്റും. അങ്ങനെ വന്നാലോ, ഇപ്പം ഇത് വന്നു, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഈ സൈനികർക്കുള്ള നീക്കമാണ്. ഒഴിവ് സ്ഥലത്തേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കൂ, ഇയാൾക്ക് പോകാൻ തൊട്ടടുത്ത സ്ഥലമൊന്നുമില്ല, ഇത് ഇയാൾക്ക് പോകാനുമില്ല, ഇയാൾക്ക് പോകാനുമില്ല, ഇയാൾക്ക് പോകാനുമില്ല, ആർക്കും പോകാനില്ല ഈ എതിർഭാഗത്തെ. പിന്നെ ആകെയുള്ളത് ഒരു സ്ഥലം ഇവിടെ മാത്രമാണ്. അവിടേക്ക് ഇയാളെ വെട്ടിക്കൊണ്ട് ഇയാൾക്ക് ഈ സൈനികന് ഇങ്ങോട്ടേക്ക് ചാടാൻ പറ്റും. ഇത് വെട്ടി ഇങ്ങോട്ടേക്ക് വെച്ചു. അപ്പോ ഇയാള് വെട്ടിയതോടുകൂടി ഇവിടെ 2 സ്ഥലം ഒഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് വെട്ടിയത് എന്ന് കണ്ടല്ലോ. ഇങ്ങനെയാണ് വെട്ടുക. അതായത് ഇവിടെ ഈ സൈനികനെയും മറികടന്നുകൊണ്ട് അപ്പുറം ഒരു ഒഴിവുണ്ടെങ്കിൽ മാത്രമേ വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഈ മുമ്പിലെ ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ
ഇപ്പൊ വെട്ടാൻ പറ്റില്ല, കാരണം ഇയാൾക്ക് ഇവിടേക്ക് ചാടാനുള്ള സ്ഥലം അവിടെ ഇല്ല, അതുകൊണ്ട് വെട്ടാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ഒഴിവുള്ളത് കൊണ്ടാണ് ഇതിനെ വെട്ടിയെടുക്കാൻ പറ്റിയത്. അങ്ങനെ ഇയാൾ ഇത് വെട്ടിയെടുത്തു. ഇനി എതിർ സൈനികർ, അതായത് ഈ വെള്ള സൈനികർ, ഇത് മഞ്ഞ സൈനികർ, വെള്ള സൈനികർ എന്ത് ചെയ്യും? വേണമെങ്കിൽ ഇതേപോലെ ഇവിടെ ഒഴിവുള്ളത് കൊണ്ട് വെട്ടി ഇങ്ങോട്ടേക്ക് ചാടാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് നീക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് നീക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് നീക്കാൻ പറ്റും. അത് നമ്മുടെ ബുദ്ധിയുടെ അളവ് പോലെ ഇരിക്കും. ഇപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് നീക്കിയാൽ എന്ത് സംഭവിക്കും? ഈ സൈനികന് വീണ്ടും ഇതിനെ വെട്ടി ഇങ്ങോട്ടേക്ക് ചാടാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായി ഒരു സൈനികൻ ഇവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തില് വീണ്ടും ഒരു സൈനികൻ കൂടി നഷ്ടപ്പെടുത്തുമ്പോൾ അത് നഷ്ടമാണല്ലോ. അതുകൊണ്ട് സാധാരണഗതിയില് ഈ സൈനികൻ ഇതിനെ വെട്ടി ഇങ്ങോട്ടേക്ക് ചാടുകയാണ് ചെയ്യുക. ഇപ്പൊ എന്തായി? രണ്ടുപേർക്കും ഓരോ സൈനികൻ നഷ്ടപ്പെട്ടു. ഇനി ഇങ്ങനെ ആലോചിച്ച് എതിർ സൈനികരെ എങ്ങനെയൊക്കെയാണ് വെട്ടി തീർക്കുക, കൂടുതൽ വെട്ടി തീർക്കുക എന്നതാണ് ഓരോരുത്തരും ആലോചിച്ച് എന്നിട്ട് അവസാനം ആരാണോ മുഴുവൻ എതിർ സൈനികനെ മുഴുവനായും വെട്ടി നശിപ്പിച്ചത് അയാളാണ് ഇതിന്റെ ജേതാവ്. ഇതില് വെട്ടി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരേ സമയം തന്നെ ഒരു സൈനികനെ മാത്രമല്ല എത്രയോ സൈനികരെ വെട്ടാൻ പറ്റും. ഉദാഹരണത്തിന് ഇതാ, ഇവിടെ ഒരു സൈനികനുണ്ട്, ഇവിടെയും ഒരു സൈനികനുണ്ട്, രണ്ട് വെള്ള സൈനികന്മാർ. ഇയാളാണ് നീക്കേണ്ടത് ഇവര്. അങ്ങനെ നീക്കുമ്പോൾ, അതായത് മഞ്ഞ സൈനികനാണ് നീങ്ങേണ്ടത്. ഇയാൾക്ക് ഇതിനെ വെട്ടാൻ പറ്റും. ഇങ്ങനെ വെട്ടി ഇവിടെ ചാടിയപ്പോൾ മനസ്സിലായി ഇയാളെയും വെട്ടാൻ പറ്റും. അങ്ങനെ ഇയാളെയും വെട്ടാം. ഇനി ഒരു പക്ഷേ ഇവിടെ ഇതില്ല എന്ന് വിചാരിക്കുക. ഒന്നുകൂടെ നോക്കൂ. ഈ സൈനികൻ, ഇവരുടെ നൃത്തം ഇങ്ങനെയാണ്, പൊസിഷൻ ഇങ്ങനെയാണ്. ഈ സൈനികനെ ഇയാളെ വെട്ടാൻ പറ്റും. അങ്ങനെ ഇവിടെ വെട്ടിയപ്പം അയാൾ അവിടെ ഒരു ഒഴിവ് കണ്ടു, അവിടേക്ക് ചാടി. അപ്പോഴാണ് ഇവിടെയും ഒഴിവ് കണ്ടത്, അവിടേക്കും ചാടി. അപ്പൊ ഒരേ സമയം തന്നെ ഈ 3 സൈനികരെയും വെട്ടിയെടുക്കാൻ പറ്റും ഒരു ചാട്ടത്തിൽ. ഇങ്ങനെയാണ് കളി. ഇങ്ങനെ വെട്ടി മൊത്തം എതിർ സൈനികരെ മുഴുവനും വകവരുത്തി ഈ കോട്ട ഇവർക്കും ഈ കോട്ട ഇവർക്കും പിടിച്ചടക്കാം. അങ്ങനെ പിടിച്ചടക്കി കഴിഞ്ഞാൽ അയാൾ വിജയിച്ചു. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഇതാണ്, എതിർ സൈനികരെ മുഴുവനും വെട്ടി നശിപ്പിക്കുക. ഒരുപക്ഷെ ഇങ്ങനെ വെട്ടി നശിച്ച് അവസാനം 2 ഭാഗത്തും ഓരോ സൈനികൻ മാത്രമുള്ളതെങ്കിൽ അത് കളി ഡ്രോ ആണ്. പക്ഷെ അങ്ങനെ കളി ഡ്രോ ആകുമ്പോൾ അത് ഡ്രോ ആയിക്കൂടാ. പകരം ഒരു വിജയിയെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ചെയ്യുന്ന നടപടി എന്താണെന്ന് കൂടി ഒന്ന് വിശദമാക്കി തരാം. ഈ രാജ്യത്തിലെ ഒരു സൈനികനും ഈ രാജ്യത്തിലെ ഒരു സൈനികനും ബാക്കിയായി. ഇവർക്ക് ഒരിക്കലും പരസ്പരം വെട്ടി തീർക്കാൻ കഴിയില്ല. ആ സമയത്ത് ചെയ്യാവുന്ന കാര്യം വീണ്ടും ഒരു അവസരം കൊടുക്കുക എന്നുള്ള. ആ അവസരം ഇതാണ്. ഈ രാജ്യത്തെ സൈനികർ 3 സൈനികർ ഇവിടെ അണിനിരക്കുന്നു. ഇനി ഈ 3 സൈനികർ കൂടി ഈ ഒരു സൈനികനെ വെട്ടിത്തീർക്കണം. വെട്ടിത്തീർക്കാൻ എടുക്കുന്ന നീക്കം എത്രയാണെന്ന് എഴുതി വെക്കണം. ഒരു പക്ഷേ 10 നീക്കം കൊണ്ട് ഇതിനെ വെട്ടിയെടുക്കാൻ പറ്റും. എന്തായാലും ആ നീക്കത്തിന്റെ എണ്ണം എഴുതി വെക്കുക. ഇനി അഥവാ അങ്ങനെ അല്ലാതെ എന്തെങ്കിലും അബദ്ധം കളിച്ച് ഇതിലേതെങ്കിലും ഒരു സൈനികൻ ഈ സൈനികന്റെ മുമ്പിൽ പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഇത് വെട്ടാൻ കഴിഞ്ഞെങ്കിൽ അതിനർത്ഥം ഇവർ തോറ്റു എന്ന് തന്നെയാണ്. അപ്പം ഇവരുടെ ഈ ഒരു സൈനികന്റെ മുമ്പിൽ പെടാതെ ഈ 3 സൈനികരും കൂടി ഇതിനെ കീഴടക്കുകയാണ് വേണ്ടത്. അതിന് അതിന്റെ നീക്കത്തിന്റെ എണ്ണമാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും ഇവർക്കാണ്, ഈ സൈനികർക്കും ഇതേപോലെ ഒരു അവസരം കൊടുക്കുന്നു. 3 സൈനികനും ഈ ഭാഗത്തും ഒരു സൈനികൻ ഈ ഭാഗത്തും. ഈ 3 സൈനികർ അവരുടെ ബുദ്ധി ഉപയോഗിച്ച്
ഈ സൈനികനെ കീഴടക്കുന്നു. അങ്ങനെ കീഴടക്കാൻ എടുക്കുന്ന നീക്കത്തിന്റെ എണ്ണം. ഇതിൽ ഏത് സൈനികർക്കാണ് നീക്കം കുറവെങ്കിൽ അയാളാണ് വിജയിച്ചതായി പ്രഖ്യാപിക്കുക. ഇതാണ് കോട്ട വെട്ടിപ്പിടിക്കൽ എന്ന